ഹരേ രാമ ഹരേ കൃഷ്ണ. പണപ്പെട്ടി നിറയും. ഇനി ആഗ്രഹിച്ചതുപോലൊരു വീട്. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന കടം മൊത്തമായി തീർക്കും. തിരുവോണം നക്ഷത്രക്കാരെ ഈ വർഷം കാത്തിരിക്കുന്നത് അപ്രതീക്ഷിതമായ വൻ നേട്ടങ്ങളാണ്. ജ്യോതിഷപരമായി പരിഗണിക്കുമ്പോൾ 27 നക്ഷത്രങ്ങളിൽ 22ാമത്തെ നക്ഷത്രമാണ് തിരുവോണം. ദേവഗണത്തിൽ ജനിച്ച തിരുവോണം നക്ഷത്രത്തിന്റെ ദേവത വിഷ്ണുവാണ്. കുലീനത, ദാനശീലം, നിരന്തര പ്രയത്നശീലം, പരോപകാര തൽപരത എന്നീ ഗുണങ്ങളുള്ള ഇവർക്ക് ആചാരാനുഷ്ഠാനങ്ങളിൽ വലിയ വിശ്വാസമാണ്. സ്വന്തം മഹിമയും അന്തസ്സും നിലനിർത്തുന്നതിൽ അതീവ ശ്രദ്ധയുള്ള ഇവർക്ക് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്കേറെ സ്വന്തം ലക്ഷ്യമോദമാണ് പ്രധാനം നൽകുന്നത്. തിരുവോണം നക്ഷത്രക്കാരായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ആദർശങ്ങളിലും ധാർമ്മിക മൂല്യങ്ങളിലും വേരുറച്ചതാകാം ജീവിതക്രമമെന്ന് നിർബന്ധമുള്ളവരാണ് ഇവർ. ഗുണവതിയും കുലീനയുമായ തിരുവോണ സ്ത്രീകൾ തനിക്കിഷ്ടപ്പെടാത്ത പെരുമാറ്റം ആരിൽ നിന്ന് തന്നെ ഉണ്ടായാലും അത് വെട്ടിത്തുറന്ന് പറയുന്നവരാണ്. തിരുവോണം നക്ഷത്ര ജാതകർക്ക് 2024 വളരെയധികം സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു വർഷമായിരിക്കും സമ്മാനിക്കുക. പ്രത്യേകിച്ചും 2024 രണ്ടാം പകുതി തിരക്കേറിയ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഉയർച്ചയുടെയും സ്ഥാനങ്ങളുടെയും വർഷമായിരിക്കും ഇത്. മടിച്ചു നിൽക്കാതെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എഞ്ചിനീയറിംഗ്, ടെക്നിക്കൽ, സോഫ്റ്റ്വെയർ, ആഡംബര വസ്തുക്കളുടെ സെയിൽസ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഭാവി പദ്ധതികൾ തയ്യാറാക്കുന്ന തിരക്കിലായിരിക്കും ഇവർ. അവ നടപ്പാക്കാൻ തീർച്ചയായും ഈ വർഷം വളരെ അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. എല്ലാ രീതിയിലും വളരെയധികം സാമ്പത്തിക ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാണ്. തൊഴിൽ അന്വേഷകർക്കും തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും നിങ്ങളുടെ ശ്രമങ്ങൾക്ക് ഫലം വന്നു ചേരും. നിങ്ങളുടെ പദ്ധതികൾ രൂപപ്പെടുത്തുവാനുള്ള കഴിവ് മേലധികാരികൾ തിരിച്ചറിയുകയും തൊഴിലിൽ വളരെയധികം സാമ്പത്തിക ഉയർച്ചയും നിങ്ങൾക്ക് സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാവുന്നതാണ്. സ്ത്രീകൾക്കും ഈ വർഷം വളരെ നന്നായിരിക്കും. ചിത്രരചന, സാഹിത്യം എന്നീ രംഗത്തുള്ളവർക്ക് നിങ്ങളുടെ രചനയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കും. അഭിനേതാക്കൾ, സംഗീതജ്ഞർ എന്നിവരെ ജനങ്ങൾ ആരാധിക്കും. നിങ്ങളുടെ പേരും പ്രശസ്തിയും വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും. കുട്ടികൾ മാതാപിതാക്കൾക്ക് സമ്മാനിക്കാവുന്ന നല്ല നിമിഷങ്ങൾ വന്നു ചേരുന്നതാണ്. കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്ന മുഹൂർത്തങ്ങൾ ഈ വർഷം തന്നെ ധാരാളം ഉണ്ടാവുകയും അത് നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർക്ക് വളരെയധികം ആനന്ദം പകരുകയും ചെയ്യും. തിരുവോണം നക്ഷത്രത്തിന്റെ രാശാധിപൻ മകരം രാശിയുടെ അധിപനായ ശനിയും ദശാധിപൻ ചന്ദ്രനുമായതിനാൽ ഈ നാളുകാരിൽ ശനിയുടെയും ചന്ദ്രന്റെയും സ്വഭാവ സവിശേഷതകൾ കാണാം. ഈ നാളിൽ ജനിച്ചവർക്ക് ധീരത, ഉദാരശീലം, ജ്ഞാനസമ്പാദനം, കാര്യശേഷി, ദീർഘകാല ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനം തുടങ്ങിയ വളരെയധികം സൽഗുണങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ജീവിതം നിരന്തരം ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുപോകും. ഏറ്റവും പ്രശ്നകരമായ സാഹചര്യങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് വിജയത്തിലേക്ക് ഉയർന്നു വരുവാനുള്ള സാഹചര്യം ഉണ്ടാവുന്നതാണ്. ഇത് മറ്റുള്ളവർക്കിടയിൽ വളരെയധികം അസൂയ ജനിപ്പിക്കുകയും ചെയ്യും. മിക്കപ്പോഴും ഭാഗ്യം നിങ്ങളെ അനുകൂലിക്കും. വിവിധ വിഷയങ്ങളിൽ അറിവ് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നല്ല ഉപദേശകനാകുവാനും കഴിയും. നിങ്ങൾ പലരുടെയും പൊതു സുഹൃത്തായതിനാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. മധ്യസ്ഥത വഹിക്കുവാനുള്ള നിങ്ങളുടെ കഴിവിലൂടെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും സാധിക്കും. ആരുടെയും നിയന്ത്രണത്തിൽ പ്രവർത്തിക്കാൻ ഒരു കാരണവശാലും താല്പര്യപ്പെടുന്ന നാളുകാരല്ല നിങ്ങൾ. നിങ്ങൾ സ്വാതന്ത്ര്യത്തെ സ്നേഹിക്കുകയും നിങ്ങളുടെ അഭിമാനത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്ന നാളുകാരാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ കഴിവും അറിവും ഒരു രീതിയിലും പൊരുത്തപ്പെടുകയില്ല. നിങ്ങൾ അത്യാഗ്രഹ സ്വഭാവം കാണിക്കുന്ന ആളുകളായിരിക്കില്ല. നിങ്ങൾ വളരെ അഹങ്കാരിയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യും. എന്നാൽ വാസ്തവത്തിൽ നിങ്ങൾ വളരെ ലാളിത്യമുള്ള ആളുകളാണ്.
നിങ്ങൾ വളരെ ആരോഗ്യവാനും സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കും. വാക്കിലും പ്രവൃത്തിയിലും നിങ്ങൾ നല്ല വ്യക്തിത്വം പ്രകടിപ്പിക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളും വൃത്തിയായും ചിട്ടയായും ഭംഗിയായും ചെയ്യുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നാളുകാരാണ്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവരെ സഹായിക്കുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യും. തിരുവോണം നാളുകാർക്ക് നല്ല ഭക്ഷണം വളരെയധികം ഇഷ്ടമുള്ള ആളുകളാണ്. നിങ്ങൾക്ക് ദൈവത്തിൽ നല്ല വിശ്വാസമുള്ളവരും കൂടിയാണ്. പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങളെ സഹായിക്കുകയും നല്ല ഉപദേശങ്ങൾ നൽകുകയും ചെയ്തവരോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യും. നിങ്ങൾ സത്യസന്ധനായ വ്യക്തികളാണ്. വഞ്ചിക്കപ്പെടുവാനുള്ള നല്ല സാധ്യത ഉള്ളതിനാൽ നിങ്ങളുടെ സുഹൃത്തുക്കളാകാൻ പോകുന്നവരെയോ നിങ്ങൾ സഹായിക്കാൻ പോകുന്നവരെയോ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പുഞ്ചിരിക്ക് ഒരു പ്രത്യേക ആകർഷണമുണ്ട്. നിങ്ങൾക്ക് നല്ല ദാമ്പത്യ ജീവിതം ലഭിക്കുകയും ചെയ്യും. എല്ലാ രീതിയിലും നിങ്ങൾ ഉയർന്ന ധാർമ്മികത പാലിക്കേണ്ടതാണ്. 2024 തിരുവോണ നക്ഷത്രഫലം അനുസരിച്ച് ഈ നാളുകാർക്ക് പ്രധാനപ്പെട്ട ജോലികൾ എളുപ്പത്തിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വത്തിൻ്റെ ഒരു ഭാഗം സർക്കാരിന് നൽകുവാൻ നിങ്ങൾ നിർബന്ധിതരാകും. 2024 ഏപ്രിൽ, ജൂലൈ, ഒക്ടോബർ, ഡിസംബർ മാസങ്ങൾ നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന മാസങ്ങളാണ്. അതുപോലെ തന്നെ ജൂൺ, ഓഗസ്റ്റ്, നവംബർ മാസങ്ങൾ വളരെയധികം മോശം ഫലങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക. ജനുവരി, ഫെബ്രുവരി, മെയ്, സെപ്റ്റംബർ മാസങ്ങളിൽ കാര്യമായ നേട്ടങ്ങളൊന്നുമില്ലാത്ത അവസ്ഥ വന്നു ചേരും. പ്രൊഫഷണൽ സഹായത്തോടെ നിങ്ങൾക്ക് ബിസിനസ് പുനരാരംഭിക്കുവാനും പഠനം വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് ജോലി ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ ക്ഷമിക്കാനും മറക്കാനും വളരെയധികം പഠിക്കുന്ന ഒരു കാലം കൂടിയാണ് ഇത്. കുടുംബത്തിലെ ചെറുപ്പക്കാരുടെ മോശം പെരുമാറ്റം നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അവസരങ്ങൾ കുറഞ്ഞു വരുന്നതിനാൽ നിങ്ങൾ വളരെയധികം നിരാശരാകാനും സാധ്യതയുണ്ട്. ഒരു പങ്കാളിത്ത ബിസിനസ് ഉപേക്ഷിക്കുവാൻ നിങ്ങൾ തീരുമാനിക്കും. വർഷങ്ങളായി ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള സർക്കാർ ജോലി ലഭിക്കുന്നതാണ്. ഈ സമയത്ത് പണം കടം കൊടുക്കുന്നതും വായ്പകൾക്ക് ജാമ്യം നിൽക്കുന്നതും നിങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ട ഒരു സമയം കൂടിയാണ്. വിലയേറിയ ലോഹങ്ങളിലും പരമ്പരാഗത സമ്പാദ്യ രീതികളിലും നടത്തുന്ന ദീർഘകാല നിക്ഷേപങ്ങൾ നല്ല ഫലം നൽകുന്നതാണ്. ഈ കാലയളവിൽ പുതിയ വസ്തു വാങ്ങുന്നതിനും വീട് പണിയുന്നതിനും വാഹനം വാങ്ങുന്നതിനുമായ അനുകൂലമായ സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. വില കൂടിയ ഇലക്ട്രോണിക്സ് സാധനങ്ങളുടെ കേടുപാടുകൾ മൂലം നിങ്ങൾക്ക് നഷ്ടം നേരിടേണ്ടി വരും. ലോട്ടറിയിൽ നിന്നും കളികളിൽ നിന്നുമെല്ലാം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. സംസാരിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലം കൂടിയാണ്. വാക്കുകൾ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക. അനാവശ്യമായി അഭിപ്രായം പറയുന്നത് ഒഴിവാക്കേണ്ടതാണ്. അയൽക്കാരുമായുള്ള വഴക്കുകൾ വളരെയധികം വഷളാകുവാൻ ഇടയുണ്ട്. നിലനിൽക്കുന്ന ഒരു പ്രശ്നം പരിഹരിക്കുവാൻ നിയമ നടപടി സ്വീകരിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകുന്ന ഒരു കാലം കൂടിയാണ്. പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുമെങ്കിലും അത് അടുത്തുള്ള ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള ധൈര്യം നിങ്ങൾക്ക് രണ്ടു പേർക്കും കാണില്ല. ഒരു മോശം ശീലം ഉപേക്ഷിക്കുവാൻ നിങ്ങൾ ബോധപൂർവമായ ശ്രമം ഈ കാലയളവിൽ നടത്തുന്നതാണ്. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ അവഗണിച്ച ആരോഗ്യ പ്രശ്നം ഈ വർഷം വളരെയധികം ഗുരുതരമാകുകയും ആശുപത്രിയിൽ പ്രവേശനം ആവശ്യമായി വരികയും ചെയ്യും. ഏറെ നാളുകളായി വിവാഹം അന്വേഷിച്ചിരുന്നവർക്ക് വിവാഹം നടക്കുകയും പുനർവിവാഹം ആഗ്രഹിച്ച ആളുകൾക്ക് ഈ വർഷം ആ വിവാഹം നടക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നവർ അത് അവസാനിപ്പിക്കുവാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ച് യഥാർത്ഥ അറിവില്ലാത്ത ആളുകളുടെ ഉപദേശവും നിങ്ങൾ തീർച്ചയായും അവഗണിക്കേണ്ട ഒരു സമയമാണ്. ഇണയുടെ മനോഭാവ മാറ്റം മൂലം ദാമ്പത്യത്തിൽ പെട്ടെന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഇടവരും.
വിദ്യാർത്ഥികൾക്ക് വിജയത്തിനായി കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. പുതിയ പ്രവേശനത്തിലും ഫലങ്ങളിലും നിങ്ങൾ അസന്തുഷ്ടരാകും. നിങ്ങളിൽ ചിലർ ഒരു കോഴ്സ് പാതി വഴിയിൽ ഉപേക്ഷിച്ച് സ്വയം തൊഴിലിൽ ഏർപ്പെടുവാനുള്ള സാഹചര്യവും വന്നുചേരുന്നതാണ്.